ആ ഒരു വൈറലായിട്ടുള്ള സംഭവം തയ്യാറായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം, അവരുടെ ചർമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടി അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് പലരും അന്വേഷിച്ച് നടക്കുകയാണ്. ഞാനും അങ്ങനെ അന്വേഷിച്ച് നടന്ന് അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അവരുടെ ആ ഒരു സൗന്ദര്യ രഹസ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു കല്യാണ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ടാണെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ടാണെങ്കിലും, ഏതെങ്കിലും ഒരു കോളേജ് ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മം നല്ലതുപോലെ തിളക്കം വെക്കുന്നതും നല്ലപോലെ ബ്രൈറ്റ് ആകുന്നതും ഒക്കെയാണ്. അത് അടിപൊളി റിസൾട്ടാണ് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നത്. മറ്റുള്ള ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടുന്നത്. അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാനും പിഗ്മെന്റേഷനും ഒക്കെ മാറുകയും ചർമ്മത്തിന് നിറക്കുറവൊക്കെ മാറ്റി ചർമ്മം തിളക്കം വെക്കുന്നതാണ്. ആ ഒരു ഫേസ് പാക്ക് എന്താണെന്നുള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എല്ലാ തരം പ്രശ്നങ്ങളും മാറ്റി ചർമ്മകാന്തി വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ ചർമ്മം കണ്ണാടി പോയി നോക്കൂ. ടാനും പിഗ്മെന്റേഷനും ഒക്കെ മാറി ചർമ്മം തിളക്കം വെക്കുന്നതാണ്. കാരണം അത്രമാത്രം ചേഞ്ചസ് നൽകുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന്. പലർക്കും അറിയാതെ പോയ ഒരു പാക്കാണ് ഇത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിന് ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങളുടെ കല്യാണമൊക്കെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അടുപ്പിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഫേഷ്യൽ ചെയ്യേണ്ട ഒരാവശ്യം പോലും നിങ്ങളുടെ ചർമ്മത്തിന് വരില്ല. അത്രമാത്രം ചേഞ്ചസ് ആണ് ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടുന്നത്. അതെന്താണെന്നുള്ളത് പറയാം. അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ആ ഒരു പാക്കിലേക്ക് പോകാം. അത് ചെയ്തിട്ടുള്ള ചേഞ്ചസും ഒക്കെ കണ്ടു നോക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു അടിപൊളി ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ പറയാം. ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വെച്ചേക്കുന്നതാണ് എടുക്കുന്നത്. ഒരു ദിവസം മുഴുവൻ എടുത്തു വെക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച നമ്മുടെ ചെറുപയർ, വേവിച്ച നല്ല ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ച ചെറുപയർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെറുപയർ 2 ടേബിൾ സ്പൂൺ വേവിച്ചത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ബൗളിലിട്ടിട്ട് അരച്ചുകൊണ്ട് വരാം. ഇത് അരയ്ക്കുന്നതിന് ഒരു അതായത് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി. കൂടുതൽ ചേർക്കരുത്. 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മാത്രമേ അരയ്ക്കാവുള്ളൂ. എന്തായാലും 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഞാനിത് അരച്ചുകൊണ്ട് വരട്ടെ. ആ മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ചേർത്തുള്ളൂ. നിങ്ങൾ കണ്ടോ, ഇത്രയും വെള്ളം ചേർത്തിട്ട് എന്തായാലും ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു തുണി ഇട്ട് കൊടുക്കാം. ഓക്കെ, തുണി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. കാരണം ചെറുതായിട്ട് അരയാതെ വരെ ഇരിക്കുവാണെങ്കിൽ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓക്കെ, അരിപ്പ വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ചേഞ്ചസ് ആണ്. പലരും ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത്, ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത് കിടിലൻ സംഭവമാണ്. അതുകൊണ്ടോ ഇപ്പം ഞാനിപ്പം 1.5 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു പൾപ്പെല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഫേസ് വേണമെങ്കിൽ ഇടാം. നമുക്കിത് ഞാൻ എന്തായാലും ഇത് മാറ്റുവാണ്. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റിയിരിക്കട്ടെ. വേറൊരു തുണി ഇട്ടിട്ട് നമുക്ക് തൈര് വേണം. അതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂൺ
പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒരു തുള്ളി പോലും കാണാൻ പാടില്ല. ഇങ്ങനെ ഞെക്കി കൊടുത്ത് അതിൻ്റെ ആ വെള്ളമെല്ലാം കളയാം. കണ്ടോ, ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം പോകും. ഓക്കെ, അതിൻ്റെ ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ചേർത്തിട്ടുണ്ട്. ഓക്കെ, എടുത്തു. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. നല്ല പോലെ ക്രീം പരുവത്തിലാക്കി മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, പുറത്ത് വെക്കരുത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. രാത്രിയിൽ നിങ്ങളിത് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസിലിട്ടിട്ട് കിടക്കുക. രാവിലെ ഫിൽറ്റർ വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ വെള്ളത്തിൽ കഴുകണം എന്തിനാ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് ഫേസിന് പിമ്പിൾസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു രാത്രിയിൽ എടുത്തു വെക്കണം. എടുത്തു വെച്ചതിന് ശേഷം അനക്കരുത്. അനക്കാതെ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ മുഖം കഴുകുകയാണെങ്കിൽ നല്ലതാണ്. ഇനി 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. കണ്ടോ, അങ്ങനെ നമ്മുടെ ആ ഒരു വൈറലായിട്ടുള്ള സംഭവം തയ്യാറായിട്ടുണ്ട്. ഇത് രാത്രിയിൽ ഇട്ടിട്ട് രാവിലെയാണ് നിങ്ങളിത് ഫേസിൽ നിന്ന് വാഷ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ സംഭവം തയ്യാറായിട്ടുണ്ട്. ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അടിപൊളിയായിട്ടുള്ള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ ക്ലീൻ ആയിരിക്കണം കേട്ടോ. ക്ലീൻ ആയിട്ടുള്ള ചർമ്മത്തിലേക്ക് ഇടാവുള്ളൂ. മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് നോക്കരുത് കേട്ടോ. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ വെള്ളം വെച്ച് ഇട്ട് എന്തായാലും ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യട്ടെ. അടിപൊളി. തുടച്ചിട്ടൂടെ ഞാൻ കാണിക്കാം നിങ്ങളെ. തുടച്ചിട്ടൂടെ റിസൾട്ട് കാണിക്കാം. വാവ്, എൻ്റെ കയ്യിൽ നിന്ന് അടിപൊളി. എന്തായാലും ട്രൈ ചെയ്യണേ. പാക്ക് എന്താണെന്നുള്ളത് കണ്ടല്ലോ, അത് ഉപയോഗിച്ചുള്ള ചേഞ്ചസും കണ്ടല്ലോ. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന് മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.